Welcome back to my channel Bio Easy Learning. So, നമ്മൾ സെറ്റ് എക്സാമിൻ്റെ ബോർഡിനെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 2011 40 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി 20 ക്വസ്റ്റ്യൻസ് വീതം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോവാം. ഇനി ഈ ഒരു ക്ലാസ്സുകളിൽ വല്ല മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആദ്യമായിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് ആദ്യം ഡിസ്കസ് ചെയ്ത് പോയതിന് ശേഷം നമുക്ക് പോർഷനിലേക്ക് കടക്കാം എന്നൊരു രീതിയിലാണ്. കാരണം നമുക്ക് ഏതൊക്കെ ഏരിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കണമല്ലോ ആദ്യം. അതുകൊണ്ടാണ് അപ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് മോഡൽ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ തന്നെ നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടും, നമുക്കൊരു കോൺഫിഡൻസ് വരും, നമുക്ക് അറ്റൻഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് സെറ്റ് ക്ലിയർ ചെയ്യാം എന്നുള്ള. സോ അതുകൊണ്ടാണ് ഞാൻ ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അതായത് നമുക്ക് ഒരു ഏത് ഏരിയ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ: the total botanical knowledge held by any non-industrial community and which incorporate all utilitarian, ecological and cognitive aspects of both plant use and vegetation management is called. Option A ITK, indigenous technical knowledge. Option B IAK, indigenous agricultural knowledge. Option C TBK, traditional botanical knowledge. And then option D TEK, traditional ecological knowledge. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് എന്താണ്? ടോട്ടൽ ബൊട്ടാണിക്കൽ നോളജ് ഹെൽഡ് ബൈ എനി നോൺ ഇൻഡസ്ട്രിയൽ കമ്മ്യൂണിറ്റി ആൻഡ് വിച്ച് ഇൻകോർപ്പറേറ്റ് ഓൾ യൂട്ടിലിറ്റേറിയൻ, എക്കോളജിക്കൽ, കൊഗ്നിറ്റീവ് ആസ്പെക്ട്സ് ഓഫ് ബോത്ത് പ്ലാൻ യൂസ് ആൻഡ് വെജിറ്റേഷൻ മാനേജ്മെന്റ്. സോ നമ്മളുടെ ബൊട്ടാണിക്കൽ നോളജ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഇത് നോൺ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ വരുന്ന നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എക്കോളജിക്കലി അതുപോലെ തന്നെ കൊഗ്നിറ്റീവ് ആസ്പെക്ട്സിൽ യൂസ്ഫുൾ ആയിട്ടുള്ള ബോത്ത് പ്ലാൻ യൂസ്, അതായത് പ്ലാന്റിനെയും അതുപോലെ തന്നെ അവയുടെ വെജിറ്റേഷൻ മാനേജ്മെന്റും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ആ കോൺസെപ്റ്റിന് അനുയോജ്യമായിട്ടുള്ള ടോട്ടൽ ബൊട്ടാണിക്കൽ നോളജിനെ എന്താണ് പറയുക എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓപ്ഷൻ സി TBK, അതായത് ട്രഡീഷണൽ ബൊട്ടാണിക്കൽ നോളജ്, അതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് സയന്റിസ്റ്റ് ഈസ് credited with the invention of the electron microscope and awarded the Nobel Prize for the same. So ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ JJ തോംസൺ, ഓപ്ഷൻ ബി ലൂയിസ് ഡി ബ്രോഗ്ലി, ഓപ്ഷൻ സി ഓട്ടോ വാൻ ബോറിസ്, ഓപ്ഷൻ ഡി ഏർണസ്റ്റ് റസ്ക. ഓപ്ഷൻ ഡി ഏർണസ്റ്റ് റസ്ക. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കുമ്പോൾ മനസ്സിലാവും, ഒന്ന് ശ്രദ്ധ കൊടുത്താൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ, നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ ക്വസ്റ്റ്യൻസും. കാരണം നോക്കൂ, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തത് ആരാണ്, അതുപോലെ തന്നെ നമ്മൾക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത സമയത്ത് കണ്ടു ഓരോ ബ്രാഞ്ച് ഓഫ് ബോട്ടണി അല്ലെങ്കിൽ ബയോളജിയുടെ ഫാദർ ആരാണ്, അല്ലെങ്കിൽ എന്ത് സംഭാവനയ്ക്കാണ് ഇത്തരം സയന്റിസ്റ്റുകൾക്ക് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് ഒന്ന് പഠിച്ചു പോയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതുമാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ: വൈ ആർ തിൻ സെക്ഷൻസ് ഓഫ് സ്പെസിമെൻസ് നെസസറി ഇൻ ട്രാൻസ്മിഷൻ electron microscope? Option A, electron are negatively charged. Option B, electron have a wave nature. Option C, electron have no mass. And then option D, electron have a poor penetrating power. So thin sections എടുക്കണം എന്ന് സ്പെസിമെൻസിൻ്റെ എന്ന് പറയുന്ന electron have a poor penetrating power. അടുത്ത ക്വസ്റ്റ്യൻ: a linear monomer of D-galactose and 3,6-anhydro L-galactopyranose is called. Option A dextran, option B agarose, option C acrylamide, option D silica. So option C acrylamide ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 45th question: chromatography that involved the separation of isomers. Option A counter current chromatography, option B chiral chromatography, option C paper chromatography, option D thin layer chromatography. So option B chiral chromatography, അതാണ് the separation of isomers include ചെയ്യുന്ന chromatography technique.
അടുത്ത question. The total volume of material, both solid and liquid, in the column is known as option A void volume, option B bed volume, option D elution volume, option D retention volume. So option B bed volume. Silica gel G is used in option A thin layer chromatography, option B column chromatography, option C HPLC, option D GLC, option A thin layer chromatography. 48th question. Labyrinthine cell wall enveloped by plasma membrane is a characteristics of option A sieve tube, option B lenticel, option C transfer cell, option D guard cell. So ഇതിന്റെ ആൻസർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ സി ട്രാൻസ്ഫർ സെൽ. 49th question. Ridged and furrowed xylem cylinder with the phloem wedges is characteristics of secondary growth in the stem of option A bignonia, option B Sergania, option D Drusina, option D Bohavia. So option A bignonia. 15th question. Nanometer is 1/1000 of A, option A millimeter, option B centimeter, option C micrometer, option D picometer. So option B micrometer. 51st question. Heavily cutinized leaves that show resistance to desiccation under condition of extreme drought is option A microsporophyll, option B megasporophyll, option C sclerophylls, and then option D podophylls. So heavily cutinized leaves that show resistance to desiccation under condition of extreme drought. So heavily cutinized leaves എന്ന് പറയുന്നത് sclerophylls ആണ്. Option C sclerophylls. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡാഷ് ഈസ് ആൻ അസോഡൈൻ. ഓപ്ഷൻ എ സാഫ്രാനിൻ, ഓപ്ഷൻ ബി ഹെമറ്റോസൈലിൻ, ഓപ്ഷൻ സി അനിലിൻ ബ്ലൂ, ഓപ്ഷൻ ഡി ഓറഞ്ച് ജി. സോ താഴെ തന്നിട്ടുള്ള ഓപ്ഷനുകളിൽ ഏതാണ് അസോഡൈ എന്നാണ് ചോദിക്കുന്നത്. സോ ഓപ്ഷൻ സി അനിലിൻ ബ്ലൂ. Carnoy solution is a mixture of option A aqueous chromic acid, aqueous acetic acid, distilled water, option B ethyl alcohol, glacial acetic acid, commercial formalin, option C ethanol, glacial acetic acid and chloroform, option D aqueous alcohol, aqueous acetic acid and distilled water. So Carnoy solution എന്ന് പറയുന്നത് is a mixture of ethanol, glacial acetic acid and chloroform ആയിരിക്കും. 54th question. Inactive precursors of certain proteolytic enzymes. Option A abizyme, option B allozyme, option C isozyme, option D zymogen, option B allozyme. And then next question. Vincristine and vinblastine are option A phenolics, option B terpenoid, option C alkaloid, option D saponins. So vincristine and vinblastine. ഇത് നമ്മൾ എത്തനോ ബോട്ടണിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വിൻക്രിസ്റ്റിൻ വിൻബ്ലാസ്റ്റിൻ. സോ ഇത് പറയുന്നത് ഒരു ആൽക്കലോയിഡ് ആയിരിക്കും. ഇൻ aqueous solution glucose exists as option A furanose, option B pyranose, option C pentose, option D none of the above. So aqueous solutionൽ ഗ്ലൂക്കോസ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഓപ്ഷൻ ഡി none of the above. 57th question. In a normal metabolic pathway, substance Z is produced from X through the intermediate Y and involvement of the two enzymes A and B respectively. If both the enzymes are functional, what would be the most possible sequence? Option A substance Z accumulate, option B substance X accumulate, option C enzyme A accumulate, option D enzyme B accumulate. അപ്പോൾ ഒരു മിനിറ്റ് നോക്കട്ടെ. ഒരു enzyme reaction, enzymatic reaction ആണ് പറയുന്നത്. In a normal metabolic pathway, substance Z produces from X through an intermediate. അതായത് Xൽ നിന്ന് നോക്കി നോക്കാം.
y വഴി y ആണ് ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത് z എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് അല്ലേ ഇൻ എ നോർമൽ മെറ്റബോളിക് പാത്വേ സബ്സ്റ്റൻസ് z ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എക്സിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നു ത്രൂ ഇന്റർമീഡിയറ്റ് y ഇൻവോൾവ്മെന്റ് ഓഫ് ടു എൻസൈം എ ആൻഡ് ബി സോ ഇവിടെ എ എന്നുള്ള എൻസൈം ഉണ്ട് ബി എന്നുള്ള എൻസൈം വഴി വൈയിൽ നിന്നും z ഫോം ചെയ്യുന്നു ഇഫ് ബോത്ത് എൻസൈം ആർ ഫങ്ഷണൽ രണ്ട് എൻസൈമും ഫങ്ഷണൽ ആണ് എന്നുണ്ടെങ്കിൽ വാട്ട് വുഡ് ബി ദ മോസ്റ്റ് പോസിബിൾ കോൺസിക്വൻസ് രണ്ട് എൻസൈമും ഫങ്ഷണൽ ആണ് ഒന്നാമത്തേത് എന്താണ് സബ്സ്റ്റൻസ് z അക്യുമുലേറ്റ് സബ്സ്റ്റൻസ് z ഇത് അക്യുമുലേറ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ടോ ദെൻ ഓപ്ഷൻ ബി സബ്സ്റ്റൻസ് എക്സ് അക്യുമുലേറ്റ് ഓപ്ഷൻ ബി എക്സ് അക്യുമുലേറ്റ് സബ്സ്റ്റൻസ് എക്സ് അക്യുമുലേറ്റ് അതിനൊരു ചാൻസ് കുറവാണ് കാരണം എന്താണ് ഈ ഒരു സബ്സ്റ്റൻസിൽ നിന്നും അടുത്ത ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഈ ഒരു റിയാക്ടറിൽ നിന്ന് ഫോം ചെയ്യുന്നുണ്ട് അല്ലേ സോ ഇവിടെ എക്സ് അക്യുമുലേറ്റ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ് പിന്നീട് പറയുന്നത് എന്താണ് ഓപ്ഷൻ സി എൻസൈം എ അക്യുമുലേറ്റ് എൻസൈം ബി അക്യുമുലേറ്റ് എയും ബിയും അക്യുമുലേറ്റ് ചെയ്യാനും ചാൻസ് ഇല്ല കാരണം എന്താണ് അവ ആക്റ്റീവായിട്ട് ഈ ഒരു പ്രോസസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്തായിരിക്കാം സബ്സ്റ്റൻസ് z അക്യുമുലേറ്റ് രണ്ട് എൻസൈമും ഫങ്ഷണൽ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യാൻ ഇടയാവുന്നത് ഏതായിരിക്കും z ആയിരിക്കും സോ നമുക്ക് എന്താ പറയാം ഓപ്ഷൻ എ ആയിട്ടുള്ള സബ്സ്റ്റൻസ് z അക്യുമുലേറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാൻ പറ്റും ഓക്കെ സോറി ഫോർ ദി ഡിലേ നമുക്ക് ക്വസ്റ്റ്യൻസ് അറിഞ്ഞുകൊണ്ട് കണ്ടോ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ചിലപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് സമയം ഇല്ലാന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട് കാരണം നമുക്ക് ലാസ്റ്റ് നോക്കാന്നുള്ള രീതിയിൽ അപ്പോൾ ഒന്ന് മനസ്സിലാക്കാനേ ഉള്ളൂ ജസ്റ്റ് നമ്മൾ മനസ്സിലിരുത്തി നോക്കുകയാണെങ്കിൽ കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം എ ഗ്രൂപ്പ് ഓഫ് റെഡ് ഓർ യെല്ലോ കോമ്പൗണ്ട് ഫൗണ്ട് ഓൺലി ഇൻ പ്ലാന്റ് ഓഫ് ഓർഡർ കാരിയോഫിലിൽസിൽ കാണപ്പെടുന്ന റെഡ് ഓർ യെല്ലോ കോമ്പൗണ്ടിന് എന്താണ് പറയാന്നാണ് ചോദിക്കുന്നത് സോ ഓപ്ഷൻ എ ആൻഡോസയാനിൻ ഓപ്ഷൻ ബി സാന്തോഫിൽ ഓപ്ഷൻ സി ബീറ്റാ സയാനിൻ ആൻഡ് ദെൻ ഓപ്ഷൻ ഡി ബീറ്റാലൈൻ ഓപ്ഷൻ ഡി ബീറ്റാലൈൻ ആണ് ആൻസർ 59th question amino acid which accumulate as a result of stress option A proline option B cysteine option C methionine option D histidine so stress during stress period accumulate ചെയ്യുന്ന amino acid ഏതാണെന്ന് ചോദിച്ചു ഓപ്ഷൻ എ proline ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി 16th question നോക്കാം The biochemical pathway from phosphoenol pyruvic acid to tyrosine is commonly called option A Hatch-Slack pathway, option B glycolate pathway, option C shikimic acid pathway, option D EMP pathway. So phosphoenol pyruvic acidൽ നിന്നും ടൈറോസിൻ ഫോം ചെയ്യുന്നു ആ ബയോകെമിക്കൽ പാത്വേ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ഓപ്ഷൻ സി ഷിക്കിമിക് ആസിഡ് പാത്വേ ആണ് ആൻസർ ആയിട്ട് വരുന്നത് സോ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തു ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏതൊക്കെ ഏരിയ ആണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നമുക്ക് വിട്ടുപോയി അല്ലെങ്കിൽ മറന്ന ഭാഗങ്ങളാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിലും ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഏതൊക്കെ ഏരിയ നോക്കണം എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടുമല്ലോ അത് വെച്ച് നമുക്ക് പഠിക്കാം സോ ഈ 20 ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതി വെച്ച് പഠിക്കുക അന്നന്ന് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എഴുതി വെക്കുക ചില ഇയേഴ്സിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നതായിട്ട് കാണുന്നുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു സോ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും സോ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ബോട്ടണി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നിന്നും റിപ്ലൈ കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ബോട്ടണിയുടെ ക്വസ്റ്റ്യൻസ് തിരഞ്ഞു നടക്കുകയായിരുന്നു എന്നുള്ളൊരിതുണ്ട് അപ്പോൾ ഇനി കിട്ടാതെ പോകാത്തൊരവസ്ഥ വരരുതായിരിക്കും സോ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്താ പറയുക നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതിനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും സോ ബാക്കി 20 ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്